എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം, അതായത് PMAY പദ്ധതി പ്രകാരം ഈ ദരിദ്ര വിഭാഗങ്ങൾക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്ന ആ പദ്ധതി, അതിനെ പറ്റിയിട്ടുള്ള ഒരു വിവാദം ഇങ്ങനെ, പ്രത്യേകിച്ച് വിവാദമൊന്നുമില്ല, വിവാദം ഉണ്ടാക്കി തീർക്കുകയാണ് ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും കുറെ അന്തംഗമികളും കൂടി ചേർന്നിട്ട്. ഞാനിതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി വളരെ കൃത്യമായി തന്റെ നിലപാട് അറിയുകയുണ്ടായി. അപ്പൊ ഈ ഷാജിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ അന്തംഗമ്മി ഉണ്ടല്ലോ. പുതിയ അന്തംഗമ്മി എന്ന് പറഞ്ഞാൽ ഈയിടെയാണ്, കഴിഞ്ഞ മാസത്താണ് ഈ അന്തംഗമ്മി യഥാർത്ഥത്തിൽ അന്തംഗമ്മി ആയത് എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി അന്തംഗമ്മി ആയത്. KT ജലീൽ കേട്ടിരിക്കും. KT ജലീൽ എന്ന് പറയുന്ന ഒരു കുത്തിത്തിരിപ്പുകാരൻ പിണറായി വിജയന്റെ ഒരു ആസനം കഴുകിയാണ്. പിണറായി വിജയന്റെ ആസനം കഴുകിക്കൊണ്ടാണ് KT ജലീൽ ഈ CPMന്റെ ഒരു സഹയാത്രികനായി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ദിവസം രാവിലെ തീരുമാനിച്ചു, ഞങ്ങളിതാ ഔദ്യോഗികമായി CPMൽ ചേരുകയാണ്. അതിന്റെ മുന്നോടിയായി തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയിരുന്നു, ഞങ്ങളിതാ CPMൽ ഔദ്യോഗികമായി ചേരുന്നു. നിമിഷങ്ങൾക്കകം തന്നെ പാർട്ടി KT ജലീലിനെയും അദ്ദേഹത്തിന്റെ പത്നിയെയും CPMൽ പ്രവേശിപ്പിച്ചു, അംഗത്വം നൽകി. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് ഈ CPMൽ അംഗത്വം എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പെട്ടെന്ന് അങ്ങനെ കിട്ടില്ല. അത് അവര് പരിശോധന നടത്തി, ആദ്യം തന്നെ ഒരു പ്രാഥമിക അംഗത്വമൊക്കെ കൊടുത്ത്, എന്നിട്ട് ഇവരെ നിരീക്ഷിച്ച് ഇവരുടെ ഈ രീതികളൊക്കെ മനസ്സിലാക്കി, എന്നിട്ടൊക്കെ അംഗത്വം കൊടുക്കണം. പക്ഷെ KT ജലീലിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. മാത്രമല്ല CPMൽ ഒരിക്കലും അംഗത്വം കൊടുക്കാതിരിക്കാനുള്ള ഒരിക്കലും കിട്ടില്ല KT ജലീലിന്. കാരണം KT ജലീൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 100% മതവിശ്വാസിയാണ്, 100% ഞാൻ ദൈവവിശ്വാസിയാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ഖുർആനിൽ വിശ്വസിക്കുന്ന, തീർത്തും ആത്മീയവാദിയായ. എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു ആത്മീയവാദിയായ ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഭൗതികവാദത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഈ CPMൽ അംഗത്വം എടുക്കാൻ പറ്റുക എന്ന് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അത് അവിടെ നിൽക്കട്ടെ, ഞാനതൊന്നല്ല. ഇപ്പൊ KT ജലീലാണ് ഇപ്പൊ CPMന്റെ പ്രമുഖനായ ആള്. ഇയാള് ലക്ഷ്യമിടുന്നത് പിണറായി വിജയൻ പോയി കഴിഞ്ഞാൽ പിന്നെ CPMനെ ഞാൻ നയിക്കുന്നൊക്കെയാണ് KT ജലീലിന്റെ വിചാരട്ടോ. അപ്പൊ ആ രീതിയിലാണ് KT ജലീൽ ചില പോസ്റ്റുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ PMAY പദ്ധതി പ്രകാരം, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഈ ദരിദ്രർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഇതിന്റെ മുന്നിലുള്ള ഈ സ്റ്റിക്കർ അപമാനകരമാണ്. ഇതിന്റെ ഗുണഭോക്താക്കൾക്ക്, ഈ വീട് കിട്ടിയ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടിന്റെ മുന്നിൽ ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് അപമാനകരമാണ് എന്നാണ് പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരുന്നത് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ പിണറായി വിജയൻ ഈ കേന്ദ്ര സർക്കാരിന്റെ സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ട, കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള PMAY പദ്ധതി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ സ്വന്തം പൈസ കൊണ്ട് ലൈഫ് പദ്ധതി എടുത്തോളാം എന്നൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനുള്ള കാരണം നമ്മുടെ KM ഷാജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടിക്കഴിഞ്ഞാലും സംസ്ഥാന സർക്കാരും കൂടി അതിലേക്ക് വിഹിതം കൂട്ടിച്ചേർത്തിട്ടാണ് വീട് ഒരുക്കി കൊടുക്കേണ്ടത്. അപ്പൊ സംസ്ഥാന സർക്കാരിന് അങ്ങനെ വിഹിതം കൊടുക്കാനില്ല. അപ്പൊ ഇനി കേന്ദ്രത്തിന്റെ പൈസയും വേണ്ട. കേന്ദ്രത്തിന്റെ പൈസ കിട്ടിയാൽ സംസ്ഥാനം കൂടി പൈസ കൊടുത്തിട്ട് വേണം ഈ ദരിദ്ര വിഭാഗങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ. അപ്പൊ ദരിദ്ര വിഭാഗങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ തരക്കേടില്ല എന്നുള്ള ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ, ഈ ദരിദ്രർക്ക് വീട് കിട്ടാവുന്ന ഒരു കേന്ദ്ര പദ്ധതിയെയാണ് പിണറായി വിജയൻ എന്ത് ചെയ്തത്, തിരസ്കരിച്ചത്. അങ്ങനെ എന്ന് പറഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാത്ത ഒരു പ്രവൃത്തിയാണ് പിണറായി ചെയ്തത്. എന്നിട്ട് ഈ ഫേസ്ബുക്കിലൂടെ ഞങ്ങൾ വലിയ ആദർശ ധീരരാണ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടി വരും. ഇത് വലിയ പ്രശ്നമാണത്രേ. ചില മാപ്രകളൊക്കെ പറയുന്നത്, അതായത് മറ്റേ റിപ്പോർട്ടർ TVയിൽ നമ്മുടെ മാധു സജിയൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാലേ, ഇത് ഇവരുടെ ഏറ്റവും വലിയ അപമാനകരമാണ് ഈ ഗുണഭോക്താക്കൾക്ക്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി, സംയുക്ത പദ്ധതി അങ്ങനെ വിചാരിച്ചോ? ഈ സർക്കാരുകൾ എന്ന് പറഞ്ഞാൽ ആരാ? സർക്കാരുകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളല്ലേ. സർക്കാരിന്റെ പൈസ എന്ന് പറഞ്ഞാൽ ആരുടെ പൈസയാണ്? ജനങ്ങൾ കൊടുക്കുന്ന പൈസയാണ്. ജനങ്ങൾ നികുതിയായി കൊടുക്കുന്ന പൈസയാണ് സർക്കാരിന്റെ പൈസ. ഇതുകൊണ്ട് സർക്കാർ ഒരാൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. ആ വീട് ഈ ഒരു പ്രത്യേക പദ്ധതി പ്രകാരം നിർമ്മിച്ചതാണ് എന്ന് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് ആത്മാഭിമാനം, എവിടെയാണ് പോയി പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അഭിമാനമല്ലേ വേണ്ടത്? ഇത് ഞങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കി തന്ന വീടാണ് എന്ന് പറയുന്നത് അഭിമാനമല്ലേ വേണ്ടത്? അതിന് പകരം
ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നേ. അപ്പൊ ഇത് ഞാൻ കെ ടി ജലീലിന്റെ കാര്യം പറഞ്ഞത്, അപ്പൊ പിണറായി വിജയൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ പിണറായി വിജയന്റെ ഈ നിലപാട് തെറ്റാണ് എന്നും ഇത് എന്താ പറയാ തികഞ്ഞ ആത്മവഞ്ചനയാണെന്നുമാണ് കെ എം ഷാജി വളരെ കൃത്യമായി ഇന്ന് പത്രലേഖകരോടൊക്കെ പറഞ്ഞത് എന്ന് അത് കെ എം ഷാജിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയിരുന്നു. അതായത് കെ എം ഷാജി പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഫോട്ടോ എല്ലാ വീടുകളിലും ഒട്ടിക്കണം. ഇതും ഈ അന്തംഗമികളെ തെറ്റിദ്ധാരണ പടർത്തുകയാണ്. അതായത് ഈ സ്റ്റിക്കറിൽ നരേന്ദ്രമോദിയുടെ പടം ഇല്ലാന്നേ. അതായത് PMAY പദ്ധതി പ്രകാരം ഉള്ള വീടുകൾക്ക് നരേന്ദ്രമോദിയുടെ പടം ഒട്ടിക്കണ്ട. ഒരു സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന എന്നുള്ളതിന്റെ ഒരു ലോഗോ ആണ്. അതിൽ നരേന്ദ്രമോദിയുടെ പടമില്ല. എന്നിട്ട് ഇവർ ആവശ്യമില്ലാതെ മോദിയുടെ പടം ഒട്ടിക്കുന്നു. മോദിയുടെ പടം ഒട്ടിക്കണ്ട. അത് കെ എം ഷാജി ഈ മാപ്രകൾക്ക്, കൈരളി ടിവിയിലെയും റിപ്പോർട്ടർ ടിവിയിലെയും മാപ്രകൾക്ക് ഇത് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ ഈ ലാപ്ടോപ്പിൽ നിന്ന് ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇതാണ് ലോഗോ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നോക്ക്. ഇതിലെവിടെ പ്രധാനമന്ത്രിയുടെ പടം, പ്രധാനമന്ത്രിയുടെ പേരെവിടെ, നരേന്ദ്രമോദി എന്നുള്ള പേര് കൂടിയില്ല. അപ്പൊ ഇതാണ് ഒരു വാസ്തവം കേട്ടോ. അപ്പോഴാണ് കെ ടി ജലീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. കെ ടി ജലീല് ഒരേ സമയം കെ എം ഷാജിയെയും ഈ ഷംസുദ്ദീനെയും, വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീനെയും എതിരെ ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. എന്ന് പറഞ്ഞാൽ ഇത് ആസനം കഴുകി കൊടുക്കുകയാണ്. പിണറായി വിജയന്റെ ആസനം കഴുകി കൊടുക്കുകയാണ്. സാധാരണ അപ്പിട്ട് കഴിഞ്ഞാൽ ആസനം കഴുകി കൊടുക്കുക. ഇത് അപ്പിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പിടല് തീരുന്നതിന് മുമ്പ് ഇയാൾ ആസനം കഴുകാൻ എത്തിയിരിക്കുകയാണ്. അത് ആദ്യം നമുക്ക് നോക്കാം കേട്ടോ. ഈ കെ ടി ജലീലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. കെ ടി ജലീൽ എഴുതുന്ന എന്താണെന്നറിയോ? ഖായിദെ മില്ലത്തിന്റെ ഈമാൻ വേണ്ട, സുധീരന്റേതെങ്കിലും വേണ്ടേ ലീഗെ എന്ന് ചോദിക്കുന്നത്. സുധീരന്റേതെങ്കിലും വേണ്ടേ ലീഗെ. സുധീരന്റെ ഈമാനൊന്നും വേണ്ട എന്ന് VD സതീശൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. VD സതീശൻ തന്നെ സുധീരന്റെ ഈമാനൊക്കെ എടുത്ത് അങ്ങോട്ട് തോട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞു. പിന്നെ ലീഗിന് സുധീരന്റെ ഈമാനൊന്നും വേണ്ട, എന്റെ ഇഷ്ടം. ഇങ്ങനെ കുത്തിത്തിരിപ്പായിട്ട് വരല്ലേ. എന്നിട്ട് പറയുന്നത്, കേന്ദ്ര സർക്കാരിന്റെ PMAY ഭവന പദ്ധതിയിൽ മന്ത്രി ഷാജിയും PM ശ്രീയിൽ മന്ത്രി ഷംസുദ്ദീനും നടത്തിയ പ്രസ്താവനകൾ അഭിമാനബോധമുള്ളവരെയും മതേതരവാദികളെയും വല്ലാതെ വേദനിപ്പിച്ചു. മതേതരവാദിയാണല്ലോ, പഴയ സിമിയാണ് അല്ലേ? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് നാടൊട്ടുക്കും മതിലുകളിൽ എഴുതി കൂട്ടിയ സിമി എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, അതിന്റെ അതിന്റെ പ്രചാരകനായിരുന്നു, അതിന്റെ ചെറിയ നേതാവായിരുന്നു. അവിടുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോഴാണ് എടുത്ത് പുറത്തിട്ടത്. അങ്ങനെയാണ് പോയി ലീഗ് ചേർന്നത്. ലീഗിലും കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോഴാണ് അവിടുന്ന് തെറിപ്പിച്ചത്. അങ്ങനെയാണ് പോയി കണ്ട് CPM-ന്റെ സഹയാത്രികനായി ഇപ്പൊ നേരെ CPM-ലേക്ക് ചേർന്ന് കൊടുത്തു. എന്ന് പറഞ്ഞാൽ എല്ലാ ഇത്തരത്തിലുള്ള ഗുണ്ടാവണ്ടികളും CPM-ലാണല്ലോ. അപ്പൊ മൂപ്പര് വേണ്ടി CPM-ൽ ചേർന്നു. അപ്പൊ മൂപ്പരിപ്പോ വലിയ മതേതരനാണെന്ന് പറയാണ്. എല്ലാ മതേതരവാദികളെയും വല്ലാതെ വേദനിപ്പിച്ചു. ഇരുവരും എന്റെ പഴയ സഹപ്രവർത്തകരാണ്. അവർക്ക് എന്താണ് പറ്റിയത്? യുവതുർക്കികൾ ശവതുർക്കികളാവുകയാണ്. ചോദിക്കാണ്. ഡോക്ടർ മുനീർ പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയിൽ, ഷാജി ട്രഷററും, ഷംസുദ്ദീൻ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിരുന്നു. ഞങ്ങളുടെ കമ്മിറ്റിയിൽ ആദ്യം മുനീറും, രണ്ടാമത് ഞാനും എന്ന് പറഞ്ഞ ഈ കെ ടി ജലീലും, മൂന്നാമത് ഷാജിയും ഷംസുവും സംസ്ഥാന മന്ത്രിസഭയിൽ അംഗങ്ങളായി. ഏറെ അഭിമാനം തോന്നിയ നിമിഷങ്ങളായി തന്നെ ഒന്ന് സോപ്പടിക്കാൻ കേട്ടോ. എന്നിട്ടാണ് വെച്ച് വീക്കുന്നത്. കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപയും, ശ്രദ്ധിക്കണേ, കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപയും തദ്ദേശ സ്ഥാപനങ്ങൾ 2 ലക്ഷം രൂപയും നൽകി പണിയുന്ന വീടിന്റെ മുന്നിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ വ്യവസ്ഥ അംഗീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന ഷാജിയുടെ അഭിപ്രായം അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. ഇവ കത്തിക്ക് നോക്കിയാട്ടെ. കെ ടി ജലീൽ കത്തിക്കുകയാണ്, കുത്തിത്തിരിപ്പുണ്ടൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം. അങ്ങനെ ഒരു കാര്യമില്ലാന്നേ. എന്നിട്ട് വെറുതെ കള്ളത്തരം. ഇവൻ ഏതായാലും CPM-ൽ വന്ന് കൂടിയത് നന്നായി. കാരണം കള്ളത്തരം പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിലേക്കാണല്ലോ വരുന്നത്. ഒരു എളുപ്പമാനില്ലാതെ. ഇവന്റെ വിചാരം എന്ന് പറഞ്ഞാലേ ഈ ആൾക്കാർക്കൊന്നും വിവരമില്ല എന്നാണ്. ഈ കെ ടി ജലീൽ എന്ന് പറയുന്ന ഈ മണ്ടന്റെ വിചാരം. അതാണ് എളുപ്പമാനില്ലാതെ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപയും തദ്ദേശ സ്ഥാപനങ്ങൾ 2 ലക്ഷം രൂപയും നൽകി പണിയുന്ന വീടിന്റെ മുന്നിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ വ്യവസ്ഥ ഇവൻ എവിടുന്നത് കിട്ടിയത്? ഈ കോപ്പന്. അത് അക്കാര്യത്തിൽ ഷാജിയുടെ അഭിപ്രായം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഷാജി എന്താ പറഞ്ഞതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഷാജി പറഞ്ഞത് അതിലൊരു തെറ്റുമില്ല. ഈ ലോഗോ വെക്കാം, അതിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇല്ല. അതാണ് ഷാജി പറഞ്ഞത്. ഈ ലോഗോ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന പാവങ്ങൾക്ക് വീടില്ലാതെ, അതാണ് ചോദ്യം. അതാണ് ഈ പാവങ്ങൾക്ക് വീട് വേണോ
അതല്ല ഇവരിങ്ങനെ തെരുവിൽ കിടന്നാൽ മതിയോ? ഷാജി പറയുന്നു ഇവർക്ക് വീട് വേണം, അതിന്റെ മുന്നിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് ഷാജി പറയുന്നത്. ഒരു കുഴപ്പമില്ല എന്ന് ഇവിടുത്തെ എല്ലാ മനുഷ്യന്മാർക്കും, അരിയും ഗോതമ്പും ഒക്കെ കഴിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ അറിയാം ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നത് ആരാണ് എന്ന് പറഞ്ഞാൽ തിന്നൂല്ല തീറ്റിക്കൂല. അതാണ് CPM. CPM എന്ന് പറയാതാണ് ഞങ്ങൾ തിന്നൂല്ല, ഞങ്ങൾ തീറ്റിക്കൂല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പാവങ്ങൾക്കൊന്നും വീടൊന്നും ഉണ്ടാക്കി കൊടുക്കരുത്. എന്നിട്ട് ആവശ്യമില്ലാതെ നരേന്ദ്രമോദി മോദി കുറ്റപ്പറയുക. നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഇല്ലാത്തൊരു സാധനം ഉണ്ട് എന്ന് ഇവർ പറയാണ്. അതാണ് ഏറ്റവും വലിയ രസം. ഉണ്ടെങ്കിൽ ഫോട്ടോ എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു ഈ ലോഗോയില് നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇവർ പറയുന്നില്ല ഒരു കാര്യമുണ്ടെന്ന് വിചാരിക്കും. പറയുന്നില്ല കേട്ടോ. ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഫോട്ടോയും കൂടി അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താ മല ഇടിഞ്ഞു പോകുമോ, ആകാശം ഇടിഞ്ഞു പോകുമോ? നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകാശത്ത് പൊട്ടി വീണതല്ലോ ആണോ? നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ? പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെ ഒക്കെ ഫോട്ടോ ഒരു ലോഗോയിൽ ഉണ്ട് എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അതില്ല, ഈ ലോഗോയിൽ അതില്ല. അപ്പൊ പിന്നെ വെറുതെ നമ്മളൊരു വിവാദത്തിലേക്ക് കടക്കണ്ട. അപ്പൊ ഇയാൾ പറയുന്നത് അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാളുടെ വല്ലാത്ത കണ്ണിന് കേട്ടോ, ഇവന്റെ കണ്ണല്ല, അതിന് പകരം വേറെ പറയേണ്ടത്. പോട്ടെ. അങ്ങനെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വയ്ക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ വ്യവസ്ഥ അംഗീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന ഷാജിയുടെ അഭിപ്രായം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇപ്പം പ്രതിഷേധിച്ച് ഇരിക്കട്ടെ. പിണറായി സർക്കാർ ആ വ്യവസ്ഥ അംഗീകരിച്ചുള്ള പണം വേണ്ടെന്ന് വെച്ച് 4 ലക്ഷം രൂപ വീതം വീടൊന്നിന് കടമെടുത്ത് അതിന്റെ പലിശ സർക്കാരും വർഷങ്ങളെടുത്ത് മുതൽ സംഖ്യ തദ്ദേശ സ്ഥാപനങ്ങളും നൽകി 5 ലക്ഷം വീടുകളാണ് 10 കൊല്ലം കൊണ്ട് പണി കഴിപ്പിച്ച് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് സമ്മാനിച്ചത്. ഭയങ്കര നേട്ടട്ടോ. അതായത് പിണറായി സർക്കാർ അപ്പം കേന്ദ്രത്തിന്റെ പൈസ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, കാരണം ഞങ്ങൾക്ക് അങ്ങനെ ലോഗോ ഒന്നും വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ കടമെടുക്കും. ഞങ്ങള് കടമെടുക്കാലോ, കാരണം 5.07 ലക്ഷം കോടി കടമെടുത്തിട്ടുണ്ട്. എത്രയാണ്? 5.07 ലക്ഷം കോടി കടമെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ബാലഗോപാൽ പറഞ്ഞത് ഈ സതീശൻ കള്ളത്തരം പറഞ്ഞതാണ് 6 ലക്ഷം കോടി കടമെടുത്തു എന്നല്ലേ പറഞ്ഞുകൊണ്ട് നടന്നത്. 6 ലക്ഷം കോടി ഒന്നുമില്ല, 5.07 ലക്ഷം കോടി ഉള്ളൂ എന്ന് പറയുന്ന ടീമിലേക്ക് പറ്റിയ ആളിനെയാണ് കെ ടി ജലീൽ. അപ്പൊ കെ ടി ജലീൽ പറയുന്നു ഞങ്ങളുടെ നേതാവ് പിണറായി കടമെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പലിശ ആര് കൊടുക്കും? പലിശ പിണറായി കൊടുക്കും. കടമെടുത്ത പൈസയൊക്കെ ഈ തദ്ദേശ സ്ഥാപനങ്ങള് ഈ പൈസ തിരിച്ചടച്ചോളും, പലിശ പിണറായി കൊടുത്തോളും, മോദിന്റെ പൈസയൊന്നും നമുക്ക് വേണ്ട. അതാണ് അത്ര മഹത്തായ എന്താ പറയാ ഈ CPM-കാരുടെ പ്രവൃത്തി. അപ്പൊ ഷാജി അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. അതുകൊണ്ട് ഷാജി മതേതരവാദി അല്ല എന്നാണ് പറയുന്നത്. ഷാജി മതേതരവാദിയല്ല, ഇവനൊക്കെയാണ് മതേതരവാദി. അങ്ങനെ 5 ലക്ഷം വീടുകളാണ് 10 കൊല്ലം കൊണ്ട് പണി കഴിപ്പിച്ച് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് സമ്മാനിച്ചത്. അതെങ്ങനെയാണപ്പാ? 5 ലക്ഷം വീടുകളാണ് 10 കൊല്ലം കൊണ്ട്. ഉമ്മൻചാണ്ടി 5 കൊല്ലം കൊണ്ട് 5.25 ലക്ഷം വീടുകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഈ പിണറായി ഏതായാലും ജലീൽ ഏതായാലും ആ സത്യം പറയട്ടോ, 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ ഉണ്ടാക്കി കൊടുത്തത് 5 ലക്ഷം വീടുകളാണ്. ഇനി അടച്ചുറപ്പുള്ള ഭവനങ്ങളിൽ അവർ പാർത്തത് അങ്ങനെയാണ്. ആ 5 ലക്ഷം വീടുകളുടെ മുന്നിൽ ഒരു ബോർഡും ഫോട്ടോയും വെക്കാൻ പിണറായി ഉത്തരവിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ഭരണകർത്താവിന്റെയും ചിത്രം പതിക്കരുതെന്ന് കട്ടായം പറയുകയും ചെയ്തു. മഹാൻ തന്നെയല്ലോ. പക്ഷേ ഈ പിണറായി ഉണ്ടാക്കിയ പല വീടുകളുടെയും മുന്നിൽ നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന ലോഗോ ഉണ്ടെന്നേ. ഈ പറയുന്ന ലോഗോ 2 ലോഗോ ഉണ്ട് എന്നാണ് ചില വീടുകളിലൊക്കെ. 2 ലോഗോ, അതായത് ലൈഫ് പദ്ധതിയുടെ ഒരു ലോഗോ ഉണ്ട്, ഈ പറയുന്ന PMAY-യുടെ ലോഗോയും ഉണ്ട്. എന്നിട്ട് ഇല്ല ഇവന് പിന്നെ ലോക വിവരമില്ലല്ലോ. സിമിയുടെ നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞല്ലോ അഖില ലോക പൊട്ടന്മാരല്ലേ? ഇസ്ലാമിക വിപ്ലവം ഉണ്ടാക്കാൻ വന്ന ആളല്ലേ? ഇപ്പോഴും ഇവര് മനസ്സിലാകാണ്ടോ, മനസ്സിൽ ഇസ്ലാമിക വിപ്ലവം ഉണ്ട്, പക്ഷെ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ അതിനോട് വിയോജിച്ചുകൊണ്ട് പുറത്തു വന്നതല്ല. അതാണ് ഏറ്റവും വലിയ രസം. സിമിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തു വന്ന ആളല്ല. സിമിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ സിമിക്കാർ തട്ടിയതാണ്. പിന്നെ ഒരു രക്ഷയില്ലാതെ വന്ന് വീണത് നേരെ ലീഗിൽ വന്ന് വീണു. ലീഗിലും കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ അവിടുന്നും ചവിട്ടി പുറത്താക്കി. അപ്പോഴാണ് ഈ ഇടത് പാളയത്തിൽ വന്ന് വീണത്. ആദ്യം ഇടത് ഇതിലേക്ക് കയറ്റിയില്ല, ഒരു സഹയാത്രികനായി. കാരണം ഇവർക്ക് വേറെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കേണ്ടിയിരുന്നു, അതിന് ജലീലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ മലപ്പുറത്ത് ഒന്ന് ഇടിച്ചു കയറാൻ വേണ്ടിയിട്ട് CPM-ന് ജലീലിന്റെ ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെയാണ് മൂപ്പര് ബന്ധു നിയമനൊക്കെ വന്ന് ആകെ കൂട്ടക്കുഴപ്പുണ്ടാക്കി. അങ്ങനെ മന്ത്രിസ്ഥാനം പോയി ആകെ വടി പിടിച്ചിരിക്കുമ്പോഴാണ് ഇപ്പൊ മൂപ്പർക്ക് അവിടെയില്ല എന്നുള്ള അവസ്ഥയായപ്പോഴാണ് മൂപ്പര് പതുക്കെ CPM-ന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയത്. മൂപ്പര് ഭാര്യയും അങ്ങനെ അംഗത്വം എടുത്തത്. എന്നിട്ടാണ് ഇടക്കിടക്ക് മൂപ്പരന്മാരി കുത്തിത്തിരിപ്പുകൾ ഉണ്ടാവും. ഈ അവസാനത്തെ ഒരു കുത്തിത്തിരിപ്പ് പോസ്റ്റാണ് ഇപ്പൊ ഇത്. അങ്ങനെ യെസ്, ആ വീട്ടുകാർക്ക് വേണ്ടപ്പെട്ട അവരുടെ കാരണവന്മാരുടെ ഫോട്ടോകളാണ് ഓരോരുത്തരും തങ്ങൾക്ക് കിട്ടിയ വീടുകളുടെ മുൻവശത്ത് തൂക്കിയത്. അപ്പം പിണറായി ഉണ്ടാക്കി കൊടുത്ത വീടുകളിലൊന്നും ഇമാതിരി ലോഗോ ഒന്നും വെച്ചിട്ടില്ല. അതിന് പകരം ഓരോ കാരണവന്മാരുടെ, അതെങ്ങനെയാണ് ഈ വീടുകളുടെ മുന്നിൽ അവരുടെ കാരണവന്മാരുടെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും. ശരി,
ഇനി അതിനുശേഷം മൂപ്പർ എഴുതുകയാണല്ലോ, പാത്തുമ്മയുടെയും കുട്ടിയാലിയുടെയും സൈനബത്താത്തയുടെയും ജാനകിയുടെയും കൃഷ്ണന്റെയും ചക്കിയുടെയും ത്രേസ്യാമ്മയുടെയും ചാക്കോച്ചന്റെയും തോമാച്ചന്റെയും വീടുകൾക്ക് മുമ്പിൽ മോദിയുടെ പടം വെക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ മാത്രം ഗതികെട്ടവരല്ല മലയാളികൾ എന്ന് തദ്ദേശ മന്ത്രി മനസ്സിലാക്കണം. കെ എം ഷാജിയെ പഠിപ്പിക്കുകയാണ് ഈ ഒരു വകുപ്പ് കൊള്ളാത്തവൻ. വീണ്ടും വീണ്ടും പറയാണ് മറ്റേ മോദിയുടെ പടം വെക്കണം, മോദിയുടെ പടം വെക്കണം എന്ന് പറഞ്ഞാൽ കള്ളത്തരം ഇങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കുക. അതാണ് ഈ CPM. ഇവൻ എന്തുകൊണ്ടും യോഗ്യനാണ് CPM-ൽ അംഗത്വം എടുക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ് ആര്, കെ.ടി. ജലീൽ എന്ന് പറഞ്ഞാൽ കള്ളത്തരം ഇങ്ങനെ പറയാം. പറഞ്ഞ് അവസാനം ഇവരുടെ കൂട്ടത്തിൽ തന്നെ ആൾക്കാർക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും. ശരി ഏതാണ് തെറ്റേതാണ്. അങ്ങനെയായിരുന്നല്ലോ കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻ ഇവിടെ എന്തോ മഹത്തായ കാര്യങ്ങൾ ചെയ്തു, ഇവിടെ വികസനത്തിന്റെ ബന്ധാവ് വെട്ടിയൊരുക്കി, വികസനത്തിന്റെ ആകാശത്തിലേക്ക് ഉയർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ കള്ളം രാവിലെയും വൈകുന്നേരം രാത്രിയും മുഴുവനും കള്ളം ക്യാപ്സ്യൂളുകൾ വാരി വിതറി അവസാനം അന്തംഗമികൾ മുഴുവൻ വിചാരിച്ചു ഇവിടെ ആകെ വികസനത്തിന്റെ, ഇവിടെ ന്യൂയോർക്കിൽ നിന്ന് വരുന്ന കുട്ടി ഇവിടുത്തെ റോഡുകൾ കണ്ടിട്ട് ആകെ അന്തം വിടുന്നു, ഇവിടുത്തെ സ്ത്രീകൾ പറയുന്നു പഴക്കാതെ പോയ മോനാണെന്ന് പറയുന്നു. ഇങ്ങനെ ഇവരുണ്ടാക്കിയ ഓരോ കെട്ടുകഥകൾ അവസാനം എല്ലാം പൊളിഞ്ഞ് പാളിസായി. ഇന്ന് രാവിലെ ഞാൻ ചെയ്ത ആ വീഡിയോയിൽ പറയുന്നില്ലേ, അതായത് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളം വിമാനം കയറാൻ വന്നപ്പോൾ വിമാനം കയറാൻ വേണ്ടി പോയപ്പോൾ ഒരു മനുഷ്യനും ഇയാളെ തിരിഞ്ഞു നോക്കിയില്ല, വിമാനം കിട്ടിയില്ല. വിമാനത്തിന്റെ പാട്ടിന് പോയി പിണറായി ഈ വിമാനത്താവളത്തിൽ ഇങ്ങനെ തെരാപ്പാര നനഞ്ഞ കോഴിയെ പോലെ വസന്ത പിടിച്ച കോഴി. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞു ഈ നനഞ്ഞ കോഴിയല്ല വസന്ത പിടിച്ച കോഴിയെ പോലെ, നിലാവത്തിട്ട കോഴിയെ പോലെ ആ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അലഞ്ഞു നടന്ന ദയനീയമായ കാഴ്ച അത് ഞാൻ രാവിലെ ആ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ സിന്ദാബാദ് വിളിക്കുകയാണ് കെ.ടി. ജലീൽ. പോട്ടെ. അപ്പൊ ഇയാള് പറയാണ് നരേന്ദ്രമോദിന്റെ പടം അവിടെ വെക്കാൻ പാടില്ല, ഇല്ലാത്ത പടം. മന്ത്രിക്കെന്ന പോലെ എല്ലാവർക്കും അഭിമാനമുണ്ട്. ലീഗ് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചു നൽകുന്ന വീടിന് പച്ചനിറം അടിക്കുന്ന പോലെയോ? ഈ ലീഗിന്റെ വീടിനൊക്കെ പച്ചനിറാണ് അടിക്കല്. ഈ പച്ചനിറം അടിച്ചെന്ന് വിചാരിക്കും. അതിനിപ്പോ എന്താന്നേ പച്ചനിറം അടിക്കും. ഈ AKG സെന്ററിന് അടിച്ചത് കാവ്യല്ലേ? പുതിയ AKG സെന്ററിന് അടിച്ച നിറം കാവ്യല്ലടോ ജലീലെ, അല്ലേ? അതെന്തേ AKG സെന്ററിൽ കയറണ്ട എനിക്ക്? ഈ അവിടുന്ന് മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത ആളല്ലേ? AKG കാവ്യാന്ന് വിചാരിച്ചിട്ട് കയറാതിരിക്കോ മോനെ? അപ്പൊ ഏതായാലും പച്ചനിറം അടിക്കുന്ന പോലെയോ ബെയ്ത്തുറമ്മ ബോർഡ് തൂക്കുന്നത് പോലെയോ അല്ല വീടിന് കാവി നിറം അടിക്കലും മോദിയുടെ ഫോട്ടോ സഹിതമുള്ള സ്റ്റിക്കർ ഒട്ടിക്കോ മൂപ്പര്. അപ്പൊ ഈ വീടിനൊക്കെ, അതായത് ഈ PMAY വീടിനൊക്കെ കാവി നിറമാണ് എന്നുകൂടി ജലീൽ പറയാണ്. PMAY വീടിനൊക്കെ കാവി നിറമാണ്, അവിടെ നരേന്ദ്രമോദിന്റെ ഫോട്ടോ ഉണ്ടത്രേ. ഇവനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെരണ്ടിവാല അച്ചാറിൽ മുക്കി ഇത് കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. അങ്ങനെ ഓരോ ഡോസ് കിട്ടണം ഇവനൊക്കെ, അപ്പോഴേ പഠിക്കുള്ളൂ. ഇനി ED പേടിയാണ് ലീഗിനെ ഇത് പറയിപ്പിക്കുന്നതെങ്കിൽ ചന്ദ്രിക പത്രത്തിന്റെ ബോർഡിന് മുകളിലും കള്ളപ്പണ ഇടപാടിൽ അന്വേഷണം നേരിടുന്ന ലീഗ് നേതാക്കളുടെ വീടിന് മുന്നിലും മോദിയുടെ ഫോട്ടോ പതിച്ച് സായുജ്യം അടഞ്ഞാൽ പോരെ? ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. എന്തിന് പാവപ്പെട്ടവന്റെ മുഖത്ത് ചാണകം വാരി എറിയണമെന്നൊക്കെ ചോദിക്കുന്നത്. ഇവനൊക്കെ ഉളുപ്പുണ്ടോ? ഇവനൊക്കെ മറ്റേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അത്രേ. ഇടതുപക്ഷ സർക്കാർ ആദ്യം ഒപ്പിടുകയും അപകടം തിരിച്ചറിഞ്ഞപ്പോ മരവിപ്പിക്കുകയും ചെയ്ത PM ശ്രീ കേരളത്തിൽ നടപ്പാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്റെ പഴയ സഹപ്രവർത്തകൻ ഷംസുദ്ദീൻ. ഏറ്റവും വലിയ തമാശ. അതായത് എന്താണ്? ഇടതുപക്ഷ സർക്കാർ ആദ്യം ഒപ്പിടുകയും, കേൾക്കണേ ഇയാളുടെ വങ്കത്തരം, ഇടതുപക്ഷ സർക്കാർ ആദ്യം ഒപ്പിടുകയും അപകടം തിരിച്ചറിഞ്ഞപ്പോ മരവിപ്പിക്കുകയും ചെയ്തു. ഒപ്പിടുന്ന സമയത്ത് ഇത് വായിച്ചോക്കിയിട്ടൊന്നുമില്ല. ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴാണ് അപകടം. എന്താ അപകടം നമുക്കറിയില്ല. അപകടം പറഞ്ഞപ്പോ മരവിപ്പിച്ചത്രേ. എന്റെ മോനെ കെ.ടി. ജലീലെ, തൂങ്ങി ചത്തുടോ എനിക്കൊക്കെ, അല്ലേ? തൂങ്ങി ചത്തു കഴിഞ്ഞാൽ ഇവിടെ ഇസ്ലാമികവൽക്കരണം നടത്താൻ പറ്റുമല്ലോ. മൂപ്പര് ഇസ്ലാമികവൽക്കരണം നടത്താനാണല്ലോ CPM-ൽ ചേർന്നത്. ശരി തന്നെ. അപ്പോ അതുകൊണ്ട് ഷംസുദ്ദീനാണ് എല്ലാ തകരാറും. അതായത് പിണറായി വിജയനും ശിവൻകുട്ടിയും ഘടകകക്ഷികളെ പോലെ അറിയിക്കാതെ ഇതിൽ പോയി ഒപ്പിട്ടതില് മൂപ്പർക്ക് ഒരു പ്രശ്നമില്ല. അതൊക്കെ അറിയാതെ പറ്റിപ്പോയതാണ്. അതിന്റെ അപകടം അറിഞ്ഞപ്പോ ഇവരത് മരവിപ്പിച്ചാളിനും. എന്താ ജലീലെ അപകടം അറിഞ്ഞപ്പോ എന്നാ പിന്നെ അതാണ്ട് പിൻവലിച്ചൂടായിരുന്നോ? ഇത് മരവിപ്പിക്കല ചെയ്യല്. അപകടം അറിഞ്ഞാൽ ഉളുപ്പില്ലാത്തോനെ. എന്നിട്ട് പറയാണ് എന്നിട്ട് അത് കേരളത്തിൽ നടപ്പാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്റെ പഴയ സഹപ്രവർത്തകൻ ഷംസുദ്ദീൻ. അപ്പൊ ഷംസുദ്ദീനാണ് ഇപ്പൊ PM ശ്രീയുടെ എല്ലാ ഉത്തരവാദിത്വം. ഇപ്പൊ ഷംസുദ്ദീനാണത്രേ. ഈ ഒപ്പിട്ട വരും നല്ല മഹാന്മാര്, അത് പിൻവലിക്കാതെ മരവിപ്പിച്ചു എന്ന് പറഞ്ഞ ഇവരും മഹാന്മാര്. അവസാനം ഇതൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞപ്പം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീനാണത്രേ. അതിന്റെ ഒക്കെ എന്താ പറയാ,
ഉത്തരവാദി. അതാണ് ജലീലിന്റെ കണ്ടുപിടുത്തം. UDF വന്നാൽ PMC അറബിക്കടലിൽ എറിയുമെന്നാണ് ലീഗ് ഭരണം കിട്ടാൻ വേണ്ടി പറഞ്ഞത്. എന്താണ് UDF വന്നാൽ PMC അത് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് പറയാ. മറ്റേത് അറബിക്കടലിൽ എത്ര മുദ്രാവാക്യം CPM വിളിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ എത്ര സാധനങ്ങൾ അറബിക്കടലിലേക്ക് ഇവർ വലിച്ചെറിഞ്ഞിട്ടുണ്ട് അല്ലേ. SIR ഒക്കെ അറബിക്കടലിലേക്ക് എത്ര പ്രാവശ്യം വലിച്ചെറിഞ്ഞതാണ്. അവസാനം SIR വന്നില്ലേ അല്ലേ. അറബിക്കടലിൽ എറിഞ്ഞത്രേ. LDF മരവിപ്പിച്ച PMC ലീഗിന്റെ മന്ത്രിയെ കൊണ്ട് ഒപ്പുവെപ്പിച്ച് നടപ്പിലാക്കുമെന്ന് വെല്ലുവിളിച്ചത് BJP പ്രസിഡന്റ് സുരേന്ദ്രനാണ്. ലീഗുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കാതിരിക്കാൻ BJPയുമായി വല്ല ഡീലും സുരേന്ദ്രൻ മുഖേന ലീഗ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെയാണ് മൂപ്പർ ഇങ്ങനെ ഇടക്ക് ഇതിൽ സുരേന്ദ്രനും കൂടി കക്ഷി ചേർത്തിട്ട് ഇയാൾ ചോദിക്കുന്നത്. അപ്പൊ പോട്ടെ. അത് കഴിഞ്ഞിട്ട് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി 251% നിന്ന് 120% കുറച്ച്. ഇത് ആരാടോ ജലീലെ 251% വീര്യം കുറഞ്ഞ നമ്മളൊന്നും അറിഞ്ഞില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് 251% അന്റെ തറവാട്ട് നാടോ കെട്ടി ജലീലെ അതിന് 251% അവിടെ എഴുതി വെച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ആരെങ്കിലും നിശ്ചയിച്ചിരുന്നോ? കള്ളത്തരം പറഞ്ഞതിന് ഒരു ലിമിറ്റ് ഇല്ലടോ. കള്ളത്തരം പറയാ. 251% നിശ്ചയിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന് സതീശനോട് കുറച്ചളഞ്ഞു. ഉളുപ്പില്ലാത്തോനെ. 251% വീര്യം കൂടിയ മദ്യത്തിനാണോ? വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കാറ്റഗറി നിങ്ങൾ ഉണ്ടാക്കി. അത് നിങ്ങൾ ടാക്സ് ഒന്നും നിശ്ചയിച്ചിട്ടില്ല. പിന്നെ നീ എന്താ പറയുന്നത് അതിന് 251%? ഇതെന്തത്? നമുക്കൊന്ന് നിന്റെ ഭാര്യ പൊട്ടന്മാരാണ് ഇവിടെ ആൾക്കാരൊക്കെ. ഉളുപ്പില്ലാത്തോനെ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി 251% നിന്ന് 120% കുറച്ച് മദ്യപാനം സാർവത്രികമാക്കാൻ 5 ലീഗ് മന്ത്രിമാരുള്ള സർക്കാർ തീരുമാനിച്ചതിനെതിരെ സാദിഖ് അലി തങ്ങൾ ചന്ദ്രികപത്രത്തിൽ ലേഖനം എഴുതുകയല്ല ചെയ്യേണ്ടത്. തന്റെ മൊബൈൽ ഫോണിൽ മുഖ്യമന്ത്രിയെ വിളിച്ച് UDF സർക്കാരിൽ ലീഗ് വേണമെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് പിൻവലിക്കണമെന്നാണ് ദൃഢസ്വരത്തിൽ പറയേണ്ടത്. മാത്രമല്ല അതിനുശേഷം മുമ്പിൽ പറയാമല്ലോ, അതിന് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ വിസമ്മതിച്ചാൽ കുഞ്ഞാലിക്കുട്ടിയോടും മറ്റ് 4 മന്ത്രിമാരോടും രാജിവെച്ച് ഉടൻ പാണക്കാട്ടെത്തണമെന്ന് കൊടപ്പനക്കൽ തറവാട്ടിലെ പ്രിയപ്പെട്ട തങ്ങൾ കൽപ്പിക്കേണ്ടതാണ് എന്നാണ് ഇപ്പറയുന്ന പൂമോൻ പറയുന്നത്. കേട്ടില്ലേ? KT ജലീൽ പറയാണ് എന്ന് പറഞ്ഞ് ഇവൻ കള്ളത്തരം പ്രചരിപ്പിക്കാൻ നേരത്തെ ഈ PMAY പദ്ധതിയിൽ നരേന്ദ്രമോദിയുടെ പടമുണ്ട്, കാവി നിറമാണ് എന്നൊക്കെ പറഞ്ഞ് അതേ കള്ളത്തരം ആവർത്തിക്കുകയാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് 251% അത് സതീശൻ കുറച്ചാളഞ്ഞു. ഇതിപ്പോ നാട്ടുകാർക്കൊക്കെ അറിയാന്ന്. ഇതാണ് ഇവരുടെ ഈ അന്തംഗമികളുടെ ഒക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ഒക്കെ വിചാരം ഇവന്മാരുടെ മാതിരി ഈ എന്താ പറയാ ബോധവും വിവരമില്ലാത്തവരാണ് ബാക്കി എല്ലാ ആൾക്കാരും. ഇത് എങ്ങനെയാണ് ഇവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക? എങ്ങനെയാണ് എനിക്കറിയില്ല. എന്നിട്ട് അതുകൊണ്ട് മൂപ്പരെ ഉപദേശമാണ് കൊടപ്പനക്കൽ തറവാട്ടിന്ന് ഒരു അന്ത്യശാസനം വരണം. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചാളി ഇങ്ങോട്ട് പോരി, എന്നിട്ട് നമുക്ക് CPMന്റെ കൂടെ കൂടിയിട്ട് നമുക്ക് ഭരിക്കാം. എന്താണ് നല്ല മലർപ്പൊടിക്കാരന്റെ സ്വപ്നം അല്ലേ? ഇനി വീര്യം കുറഞ്ഞ മദ്യത്തിനും മോദിയുടെ ചിത്രം വീടിന് മുന്നിൽ തൂക്കുന്നതിനും PMCക്കും ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകാനാണ് ലീഗിന്റെ പുറപ്പാടെങ്കിൽ ബഹുജനങ്ങളെ തെരുവിൽ അണിനിരത്തി ബഹുജനങ്ങളെ മറ്റേ പെട്ടിതൂക്കി പറഞ്ഞ പോലെ പെട്ടിതൂക്കി രാകേഷ് പറഞ്ഞില്ലേ, ബഹുജനം ഞങ്ങളുടേത് ബഹുജനമാണ്, നിങ്ങളുടേത് പൊതുജനമാണ്. അപ്പൊ അതന്നെയാണ് മൂപ്പര് പറയുന്നത്. എന്താണ് അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യത്തിനും മോദിയുടെ ചിത്രം വീടിന് മുന്നിൽ തൂക്കുന്നതിനും PMCക്കും ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകാനാണ് ലീഗിന്റെ പുറപ്പാട് എങ്കിൽ ബഹുജനങ്ങളെ തെരുവിൽ അണിനിരത്തി പ്രതിപക്ഷം ആ സാക്ഷിപത്രങ്ങൾ കീറിയെറിയത്രേ. ഇവനാണ് പ്രതിപക്ഷത്തിന്റെ മറ്റേ തേങ്ങ. ഇവൻ ഇടതുപക്ഷത്തെ ഇതിന്റെയൊക്കെ പേരിൽ മുസ്ലിം വിരുദ്ധത ആരോപിച്ചിരുന്ന സമുദായ നേതാക്കൾ ഏതു ഗുഹയിലാണ് ഒളിച്ചിരിക്കുന്നത്? അവരുടെ നാവുകൾക്ക് ഏതെങ്കിലും ഖാളിമാർ പൂട്ടിട്ടിട്ടുണ്ടോ? കായികമില്ലത്തിന്റെ ഈമാൻ വേണമെന്ന് ലീഗ് നേതാക്കളോട് പറയുന്നത് അതിന് കടന്നവയാണെന്നറിയാം. എന്നാൽ VM സുധീരന്റെ ഈമാനെങ്കിലും സമുദായത്തിന്റെ അട്ടിപ്പേറവകാശം സ്വന്തം കീശയിലാണെന്ന് ഉറച്ചു കരുതുന്ന ലീഗ് നേതാക്കളെ നിങ്ങൾക്ക് വേണ്ടേ എന്നാണ് ജലീൽ ചോദിക്കുന്നത്. സമുദായത്തിന്റെ അട്ടിപ്പേറവകാശം വെന്റെ പോക്കറ്റിലാണല്ലോ, ഈ കുണാപ്പന്റെ പോക്കറ്റിലാണല്ലോ ഈ മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേറവകാശം. ജലീലെ വേണ്ട മോനെ, നിന്റെ ഉഡായ്പൊന്നും ചെലവാകൂലോ. ഇവിടെ പിണറായി വിജയന്റെ ഉഡായ്പകൾ വരെ MV ഗോവിന്ദന്റെ ഉഡായ്പകൾ വരെ ഇവിടെ ചെലവായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയി വന്നാലേ ഒരാളും മൈൻഡ് ചെയ്യില്ല. KT ജലീൽ ആരാണെന്ന് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാം. നീ ഒരു ഗതിയും പരഗതി ഇല്ലാത്തോണ്ടല്ലേ കേറി വന്നത് അല്ലേ? മെമ്പർഷിപ്പ് കൊടുത്തിട്ട് നീയും നിന്റെ ഭാര്യയും അല്ലേ?